ഹായ്, ഇന്ന് നമുക്ക് ഒരു എല്ല് കറി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് 4-5 പച്ചമുളക് വെച്ചിട്ടുണ്ട്, 5-6 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, ഇത് 2 സവാളയാണ് ചെറുതാക്കി അരിഞ്ഞത്. ഇതാണെങ്കിൽ തേങ്ങ കൊത്തിയതാണ്, തേങ്ങാക്കൊത്ത് നമുക്ക് ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ. ഇത് കറിവേപ്പില. ഇനി ഇത് ചുവന്നുള്ളി കുഞ്ഞുള്ളി എന്തോരം കൂടുതൽ ചേർക്കാവോ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് 1.5 കിലോ എല്ല് കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. സ്വല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. അതിനുശേഷം നമ്മൾ 5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ. പച്ചമുളക് വഴന്നതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. അതുകൂടി നന്നായിട്ട് ഇതിൻ്റെ കൂടെ കിടന്ന് വഴന്ന് വരട്ടെ. ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അത് ചേർക്കേണ്ടത് ആദ്യം മുളക് പൊടിയാണ്. ഒരു 4 സ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ആ ചുവന്നുള്ളിയുടെയൊക്കെ മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് അങ്ങ് പിടിക്കട്ടെ. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചവയൊക്കെ മാറി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അതിലേക്ക് പിടിച്ച് മസാലയൊക്കെ പിടിച്ച് ചുവന്നുള്ളിയൊക്കെ സെറ്റാകട്ടെ കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം മൂത്തു. നമുക്ക് ഇത് ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി വച്ചിരിക്കുന്ന ഇനി നമ്മളിത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടോ, എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാല ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കുക്കറിലെ എല്ലിലേക്ക്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് പൊടി ഇടാം. ഞാൻ കല്ലുപ്പാണ് ഇട്ടത്. പിന്നെ അതിൻ്റെ കൂടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയല്ല സോറി നമ്മൾ ഇറച്ചി മസാലപ്പൊടിയില്ല, മീറ്റ് മസാല കൂടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഒരു 2 കറിവേപ്പില കൂടി നമുക്ക് ഇടാം. ഒരു 2 കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത്, എല്ലാവരും കറിവേപ്പില ഇട്ടാൽ ഇതിൻ്റെ കുക്കറിൻ്റെ അടപ്പിൻ്റെ നോബ് അടഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല. വെന്ത് കഴിയുമ്പോൾ അത് ചുരുങ്ങി പോകുന്നതുകൊണ്ടായിരിക്കും. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ പൊടികളെല്ലാം ഇട്ട് ഒന്നുകൂടി പറയാൻ ഈ മസാലയൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ 1.5 സ്പൂൺ ഉപ്പുപൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ഇറച്ചി മസാലപ്പൊടി അതായിട്ട് മിക്സ് ചെയ്തു. നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അനുസരിച്ച് നമുക്ക് എത്ര സമയം എത്ര വിസിലെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാനിവിടെ ഒരു 6-8 വിസിൽ വരെ അടിച്ചാണ് വേവിക്കാറ്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരിയോടെ ഒഴിക്കാം. എല്ല് നന്നായിട്ട് വേവാൻ നന്നായിട്ട് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കൊരു തക്കാളി മാത്രം ഇടുക. നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി നല്ലതാണ് തക്കാളി. ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെച്ച് ഒരു 8 അല്ലെങ്കിൽ 10 വിസിൽ എന്നിട്ട് നന്നായിട്ട് വേവിക്കാം. നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിത് നാറട്ടെ. അടുത്ത ട്രിപ്പ് നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. കടുക് പൊട്ടിക്കുന്നതിനെതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനുശേഷം ഇത്തിരി ഗരം മസാലപ്പൊടി, 1 സ്പൂണോളം ഗരം മസാലപ്പൊടി ഇടാം. അതിനുശേഷം ഇത് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഇട്ടിട്ട് 1/2 സ്പൂൺ കായപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ എല്ലുകറി സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് കപ്പയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ഇത്
ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ഉണ്ടാക്കാൻ തോന്നും. അതുപോലത്തെ ടേസ്റ്റാണ്. നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളയെന്നൊക്കെ നന്നായിട്ട് ഇറച്ചിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൊച്ചിൻ്റെ പാത്രത്തിൽ കൊച്ചെടുത്തോണ്ടോ. നമുക്ക് എല്ല് കറി നല്ല സൂപ്പറായിട്ട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അങ്ങോട്ടേക്ക് ഒഴിക്കാം മോനെ. ഇതാ കൊച്ചിനുള്ള എല്ലുകറി. അതാ അപ്പം നമ്മൾ എല്ലുകറിയും ബ്രെഡും കഴിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ്. അതിൽ വെച്ചിട്ടൊന്ന് പറഞ്ഞ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഇങ്ങോട്ട് നോക്ക്. ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? എന്നാന്ന് പറഞ്ഞ സൂപ്പറാണ്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ എല്ലുകറിയാണ്. ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ബൈ പറഞ്ഞേ കുഞ്ഞു. ബൈ ബൈ. ഓക്കെ.